ഈ സൂര്യന് കീഴെയുള്ള എല്ലാ അപകടങ്ങളെയും ചേർത്ത് വെച്ചാൽ എത്രയുണ്ടാകുമോ അതിനേക്കാൾ കൂടുതൽ അപകടമാണ് ഹിന്ദുരാഷ്ട്രം എന്ന പ്രയോഗം എന്ന് പറയുന്നത്. കണ്ണ് കാണുന്ന കുരുടന്മാരാണ്, കാഴ്ചയുള്ള അന്ധന്മാരാണ്. അങ്ങനെയുള്ള കണ്ണ് കാണാത്തവരായ, അല്ലെങ്കിൽ കണ്ണുണ്ടായിട്ടും കാണാത്തവരായി ജീവിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ കൺമിഴി തെളിയാനുള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, ഇല്ലേ? നോക്കൂ, ഞാനീ പറഞ്ഞ ഹിന്ദുരാഷ്ട്രം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വിശദമായി നമ്മൾ പോകുന്നില്ല. വന്ദേമാതര ഗാനം അപകടമാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ ഈ കേരളത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മന്ത്രിമാർ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് മുമ്പായി ആദ്യമായി കേരള നിയമസഭയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വന്ദേമാതര ഗാനം ആലപിച്ചു. അത് വലിയ അപരാധമാണ്. എന്തുകൊണ്ട് അപരാധമാവുന്നു? വന്ദേമാതര ഗാനത്തിൽ ഭാരതമാതാവിനെ വന്ദിക്കുന്ന വരികൾ നമ്മൾ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ അംഗീകരിക്കുന്നു. അമ്മയെ നമിക്കുന്നു. അങ്ങനെയൊരു നമിക്കൽ നമ്മുടെ രീതിയല്ലാത്ത ചില ആളുകളുണ്ട്. പക്ഷെ മറ്റെന്തിനൊക്കെയോ വേണ്ടി ഒരു ഒത്തുതീർപ്പിലെത്തുന്നു. ശരി, വന്ദേമാതരം എന്ന് പാടാൻ വിരോധമില്ല. സുജലയാണ്, സുഫലയാണ്, സസ്യശ്യാമളയാണ് നമ്മുടെ ഈ ഭാരതം. ആ ഭാരതത്തെ അമ്മയായി കണ്ട് ആ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. ശരി, സമ്മതിച്ചു. തുടർന്ന് അങ്ങോട്ടുള്ള വരികളാണ് പാതകം. ദുർഗയാണ്, ലക്ഷ്മിയാണ്, ഈ നിലയ്ക്കുള്ള വിശേഷണങ്ങൾ നമ്മുടെ ഭാരതമാതാവിന് ചാർത്തി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. കേരളം കണ്ട ഏറ്റവും വലിയ അപകടം. 1000 കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി അഴിമതി ഉണ്ട് നമ്മുടെ നാട്ടിൽ.